Hi students, welcome to our class. So നമ്മൾ WKBയുടെ ഫസ്റ്റ് പാർട്ട് ഉണ്ട്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. നമുക്കിനി ക്ലാസിക്കൽ റീജിയനിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. റൈറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഓർമ്മ വേണം, ടേണിംഗ് പോയിൻ്റൊക്കെ കാര്യങ്ങൾക്ക് ഓർമ്മ വേണം. ഞാൻ ആ ചിത്രം കൂടെ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ചിടാം. ഓക്കെ, എക്സ് ആൻഡ് വി. Yes, this is the total energy and this is V of x. Right, here V of x varies. നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എടുക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് V of x വേരി ചെയ്തോട്ടെ, കോൺസ്റ്റൻ്റ് ആവണമെന്നില്ല. ബട്ട് എന്താ നമ്മുടെ പോയിന്റ് എവിടെയായിരുന്നു? V of x ഒരു ലാംഡയിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോൾവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ വേവ് ഫംഗ്ഷൻ ഈ ഗ്രേറ്റർ ദാൻ വി ആണെങ്കിൽ സൈനസോയിഡലും ഈ ലെസ് ദാൻ വി ആണെങ്കിൽ എക്സ്പോണൻഷ്യലും ആയിരിക്കും. ഓക്കെ, ആ കാര്യത്തിലൊന്നും മാറ്റമില്ല. എന്താണെങ്കിൽ ഈവൺ വി ഓഫ് എക്സ് ഇസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സ് അനുസരിച്ച് വേരി ചെയ്യുന്ന ആളാണെങ്കിലും ഒരു വേവ് ലെങ്ത്തിൽ വേരി ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. റൈറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തുടങ്ങുവാണ്. മൈ ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ഈസ് മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വി സൈ ഈക്വൽ ടു ഇ സൈ. ഇതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഐ ആം റീഅറേഞ്ചിങ് ദിസ് ഇക്വേഷൻ ബൈ ടേക്കിംഗ് ദിസ് വി സൈ ഇൻ ടു റൈറ്റ് സൈഡ്. സോ എന്ത് കിട്ടും? ഞാൻ ഇവിടെ തന്നെ എഴുതട്ടെ. വി സൈൻ അങ്ങോട്ട് എടുത്താൽ ദിസ് ഇസ് ഈക്വൽ ടു ഇ മൈനസ് യെസ് വി ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അത് ഞാൻ അങ്ങനെ തന്നെ എഴുതുവാണ്, കോൺസ്റ്റൻ്റ് അല്ലല്ലോ. ഇ സൈ മൈനസ് വി സൈ എന്നാണ്. അപ്പോൾ ഇ മൈനസ് വി ഇൻറ്റു സൈ. സൈനെ പുറത്തെടുത്തു. റൈറ്റ്. നൗ 2m ബൈ എച്ച് കട്ട് സ്ക്വയർ അങ്ങോട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇ മൈനസ് വി ഓഫ് എക്സ് ഇൻറ്റു സൈ. ഓക്കെ, ഇവിടെ ഒരു മൈനസും ഉണ്ട്. ഓക്കെ, മൈനസിന് അപ്പുറം എടുത്താൽ നോ പ്രോബ്ലം, ദിസ് ഇസ് നെഗറ്റീവ്. നൗ യു ലിസൺ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇ മൈനസ് വി എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളെ സംബന്ധിച്ചിട്ട് ഇ മൈനസ് വി ഇസ് എ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി നമ്മൾ പി സ്ക്വയർ ബൈ 2m എന്ന് എഴുതാറുണ്ട് അല്ലേ? സോ പി സ്ക്വയർ ബൈ 2m ആണ് ഈ ഇ മൈനസ് വി ഓഫ് എക്സ്. അഥവാ പി സ്ക്വയർ ഈക്വൽ ടു 2m ഇങ്ങോട്ട് എടുത്താൽ 2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ്. നിങ്ങൾ നോക്കുക, 2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കാം? പി സ്ക്വയർ കൊടുക്കാം. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു, ശ്രദ്ധിക്കണം മൈനസിനൊരു മാറ്റവും ഇല്ല, ആടന്നോട്ടെ, 2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ്. 2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ് ഇസ് പി സ്ക്വയർ. സോ പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയറിന് ചേഞ്ചും ഇല്ല ഇൻറ്റു സൈ. സോ this is my Schrodinger's equation in new form. Right. അപ്പോൾ ഒന്നെങ്കിലും ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനെ ജസ്റ്റ് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഇനി ഇങ്ങോട്ട് എടുക്കുക പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ സൈ ഈക്വൽ ടു 0. ഓക്കെ, ബോത്ത് ഫോം ആർ അഫോർഡബിൾ, നോ പ്രോബ്ലം. എങ്ങനെ ഇതിലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ Schrodinger's equation ഇങ്ങനെയാണുള്ളത്. ഇനി ഇവിടെ നിന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ആകെ നമ്മൾ ചെയ്ത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എടുത്തു. റൈറ്റ്. ഫസ്റ്റ് കേസ് ക്ലാസിക്കൽ റീജിയൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് കേസ് ഞാൻ എടുക്കുന്നത് ഇ ഈസ് ഗ്രേറ്റർ ദാൻ വി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇ മൈനസ് ജസ്റ്റ് ഇപ്പുറത്തായിരുന്നു വി ഉള്ളത്, നേരെ അപ്പുറത്തേക്ക് എടുത്ത് ഒരുമിച്ച് എഴുതി 2m മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m നേരെ അപ്പർ സൈഡിലേക്ക് എടുത്തു. എന്നിട്ട് പി സ്ക്വയർ ഈക്വൽ 2m ഇൻറ്റു ഇ മൈനസ് വി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷന് പുതിയ ഫോർമുലയിലേക്ക് കിട്ടി അല്ലേ? തീർച്ചയായിട്ടും ഇവിടെ മൊമെൻറ്റം പി ഡെഫിനറ്റ്ലി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. പി ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇ മൈനസ് വി ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? മൊമെൻറ്റം കിട്ടിയത്. ശ്രദ്ധിക്കുക, ഇഫ് ഈസ് ഗ്രേറ്റർ ദാൻ വി, ഈ ഗ്രേറ്റർ ദാൻ വി ആണ്, ഇത് റിയൽ നമ്പറാണ്, ഇമേജിനറി അല്ല. അപ്പം മൊമെൻറ്റം റിയൽ നമ്പറാണ്. ഓക്കെ, നേരത്തെ കണ്ടിട്ടുണ്ട് ഈ ഗ്രേറ്റർ ദാൻ വി എന്ന് പറയുന്ന റീജിയനിൽ നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ എന്തായിരുന്നു? നേരത്തെ മീൻസ് ലാസ്റ്റ് ലെക്ചറിൽ എന്തായിരുന്നു? ഓർമ്മ ഉണ്ടോ?
ഇ ഗ്രേറ്റർ ദാൻ വിയിൽ സൈനസോയിഡലായിരുന്നു അല്ലേ. എ ഇ റേസ് ടു ഐ സംതിങ് അങ്ങനെ നമുക്ക് കിട്ടിയത്. നമുക്ക് അവിടെ പെർട്ടിക്കുലർലി ഐ കെ എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. വാട്ട് എവർ കെ എക്സ് ഈസ് എ ഫേസ് ഫാക്ടർ വാട്ട് എവർ. എനിവേ ഫോം ഈസ് സൈനസോയിഡൽ. സം ആംപ്ലിറ്റ്യൂഡ് എ ഇൻറ്റു ഇ റേസ് ടു ഐ സം ഫേസ് ഫാക്ടർ ഇത് കിട്ടണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് അല്ലെങ്കിലും വേവ് ലെങ്ത്തിൽ ഒരു വേവ് ലെങ്ത്തിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ സൊല്യൂഷനും പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയ സമയത്തെ സൊല്യൂഷൻ സൈനസോയിഡൽ അത് തന്നെയായിരിക്കും നമുക്ക് പറയാം. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എനിക്ക് ആരോപിക്കാൻ പറ്റും എന്തെന്ന്, ഇതിൻ്റെ സൊല്യൂഷനും സൈനസോയിഡലാണ്. ബട്ട് റിമെമ്പർ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്ത്തും വേരി ചെയ്യുന്നുണ്ട് അക്കോർഡിംഗ് ടു എക്സ് അല്ലേ. momentum is a function of x as you can see. ആംപ്ലിറ്റ്യൂഡ് ഞാൻ സൊല്യൂഷൻ ചെയ്തിട്ടില്ല. എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡും ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇറ്റ് മേ വേരി. അപ്പോൾ എ ഇനി മുതൽ കോൺസ്റ്റൻ്റ് അല്ല, ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ ജനറലി ഐ കുഡ് റൈറ്റ്, യു ലിസൺ, ഇതൊക്കെ മയക്കുവാണ്, ഇതിന് മനസ്സിലുണ്ടാവണം. റൈറ്റ്, യാ psi of x is equal to some a of x. ആംപ്ലിറ്റ്യൂഡ് മേ വേരി. വിത്തിൻ ദാറ്റ് റേഞ്ച് ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യാം അല്ലേ. അതുകൊണ്ട് എ ഓഫ് എക്സ് എന്നിട്ടു. യാ ഇ റേസ് ടു ഐ. ഇനി നമ്മുടെ ഫേസ് ഫാക്ടർ ഐ കോൾ ഇറ്റ് എസ് സം ഫൈ ഓഫ് എക്സ്. സോ ദിസ് ഈസ് ദി സൊല്യൂഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് എ സൊല്യൂഷൻ ഫോർ ദിസ് ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. ഞാൻ ഇംഗ്ലീഷിൽ ഞാൻ എന്തുകൊണ്ട് എഴുതി, ഹൗ ഐ നോ this is the form of the solution of psi of x? എങ്ങനെ മനസ്സിലായി? ഞാൻ നേരത്തെ പറയുന്നുണ്ട് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ കൂടെ ഞാൻ പറഞ്ഞ കാര്യം ഒരു വേവ് ലെങ്ത്തിൽ വി ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമുക്ക് സൈനസോയിഡിൽ നിന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും, സൈനസോയിഡിലായിരിക്കും. സൊല്യൂഷൻ വിൽ ബി ദി സെയിം ഫോം. ഓക്കെ, ബട്ട് ഒരു കാര്യമുണ്ട്, ഇവിടെ വേവ് ലെങ്ത്തും അല്ല അതുപോലെ തന്നെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും മൊമെൻറ്റും ഒക്കെ വേരി ചെയ്യാം. ഓക്കെ, ദാറ്റ് മീൻസ് എ ഇനി ജസ്റ്റ് എ എന്നിട്ടാൽ പോരാ, പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എങ്ങനെ ഇട്ടുള്ളൂ. ഇവിടെ നിങ്ങൾ ഇടേണ്ട കാര്യം എന്താ, സൈ ഓഫ് എക്സ് ഈക്വൽ ടു അല്ലെ വേവ് ഫംഗ്ഷനും വേരി ചെയ്യും അതുപോലെ എയും വേരി ചെയ്യും. ആംപ്ലിറ്റ്യൂഡ് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് റൈറ്റ്, ബട്ട് ദ ഫോം സ്റ്റിൽ റിമൈൻസ് ആസ് ഇതിൻ്റെ എന്താ സൈനസോയിഡൽ. ഓക്കെ, സൈനസോയിഡൽ റൈറ്റ്. ഫോം ഈസ് സൈനസോയിഡൽ ബട്ട് ആംപ്ലിറ്റ്യൂഡ് വേരീസ് ആസ് വെൽ ആസ് ദി വേവ് ഫംഗ്ഷൻ വേരീസ്. Okay, then psi of x equal to a of x into e raised to i some phase factor phi of x. Clear അല്ലേ? റൈറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യവും അതായത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കാര്യവും ഇതും ഒക്കെ ഇപ്പോൾ കണക്റ്റഡ് ആയി. നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. റൈറ്റ്, അപ്പോൾ മറക്കരുത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, നൗ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സൈ എടുത്തിട്ട് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടോട്ടെ. ഇതാണ് ഫോമെങ്കിൽ നമുക്ക് നോക്കാം. ഇതെല്ലാം ആയിക്കോട്ടെ, ഇതൊന്നും ആവശ്യമില്ല. യെസ്, ആദ്യം ഡി സൈ ബൈ ഡി എക്സ് കാണാം. വാട്ട് ഈസ് ഡി സൈ ബൈ ഡി എക്സ്? ശ്രദ്ധിക്കണം, ഇത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇത്ര നാളും എ ഒരു കോൺസ്റ്റൻ്റ് ആണ്, കാരണം പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. ബട്ട് ഇവിടെ എ വേരീസ് വിത്തിൻ ദാറ്റ് സ്മോൾ റീജിയൻ. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ട് അത് സോൾവ് ചെയ്യണം. എന്താ വരിക? ഫസ്റ്റ് എ ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ്, ദാറ്റ് മീൻസ് ഇ റേസ് ടു ഐ ഫൈ ഓഫ് എക്സ് അവിടെ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയെല്ലാം പോയതിൻ്റെ ആവശ്യമില്ലല്ലോ. ബട്ട് റിമെമ്പർ ഫൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ ഇത് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഫംഗ്ഷൻ ഇൻറ്റു മേലത്താളുടെ ഡെറിവേറ്റീവ്. എന്ത് വരിക? ഇൻറ്റു ഐ ഫൈ ഡാഷ്. അങ്ങനെ ഇട്ടാൽ പോരെ, ഫൈ ഡാഷ് ഇട്ടാൽ പോരെ, ഡെറിവേറ്റീവ് ഓഫ് ഫൈ. ഓക്കെ, പ്ലസ് ഇ റേസ് ടു ഐ ഫൈ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഈ എ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവിനെ ആ ഡാഷ് എന്ന് വിളിക്കാം. ഓക്കെ, ഇൻറ്റു ഇതാണ് ഇയാൾ ഇ റേസ് ടു ഐ ഫൈ. ഓക്കെ, നിങ്ങൾക്ക് ഇ റേസ് ടു ഐ ഫൈനെ പുറത്തെടുത്തിട്ട് ഇതിനെങ്ങനെ എഴുതാം? ഇവിടെ എന്താ വരിക? ഐ ഫൈ ഡാഷ് അല്ലേ, ഐ ഫൈ ഡാഷ് എ ഓഫ് എക്സ് ജസ്റ്റ് എ എന്നിട്ടാൽ പോരെ. യെസ്, ഇ റേസ് ടു ഐ ഫൈ പുറത്തെടുത്ത് പ്ലസ് ഇവിടെ ആരുള്ളത് എ ഡാഷ് ഇൻറ്റു ബ്രാക്കറ്റ് പുറത്താറ് ഇ റേസ് ടു ഐ ഫൈ
ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്തു? ഡി സൈ ബൈ ഡി എക്സ് കണ്ടു. അത് മാത്രം പോരാ, നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ആവശ്യമുണ്ട്. നമുക്ക് നോക്കാം. യെസ്, ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ, എനിക്കതാണ് ഇവിടെ ആവശ്യം അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതൊക്കെ ഫങ്ഷൻ ഓഫ് എക്സ് ആണേ. ഓക്കെ, സോ ദിസ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഇത് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വീണ്ടും ഇവിടെ ഫൈവ് ഡാഷും എയും ഉണ്ട്. ദിസ് ഇസ് അഗെയിൻ ഫങ്ഷൻസ് ഓഫ് എക്സ്, ദെൻ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ഇവിടെ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. കുറച്ച് ലെങ്ത് ഉണ്ടാവുന്നേ ഉള്ളൂ, ബട്ട് സിമ്പിൾ. നമുക്ക് ആദ്യം ഇത് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? അപ്പോൾ ഐ ഫൈവ് ഡാഷ് എ പ്ലസ് എ ഫസ്റ്റ് ടേം, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഐ എന്താ വരിക? ഈ ഫംഗ്ഷൻ ഇൻറ്റു ഈ റേസ് ടു ഐ ഫൈവ് ഡെറിവേറ്റീവ് വെച്ചാൽ ദാറ്റ് ഫംഗ്ഷൻ ഇൻറ്റു നേരത്തെ ഡെറിവേറ്റീവ് ഐ ഇൻറ്റു ഫൈവ് ഡാഷ് ദാറ്റ് ഫംഗ്ഷൻ ഐ ഫൈവ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു പ്ലസ് ഇ റേസ് ടു ഐ ഫൈവ് ഇൻറ്റു ഇനി ഈ ആളുടെ ഡെറിവേറ്റീവ് എടുക്കണം. എ ഡാഷിന് ഞാൻ ആദ്യം എ ഡാഷിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ എ ഡബിൾ ഡാഷ്, എ ഡാഷ് ഓഫ് എക്സാ, അപ്പോൾ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്താൽ എ ഡബിൾ ഡാഷ് ആയി. പ്ലസ് ഇയാളുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം ഐ ഫൈവ് ഡാഷ് ഇൻറ്റു എയുടെ ഡെറിവേറ്റീവ് എ ഡാഷ് പ്ലസ് ഇനി ഐ എ ഇൻറ്റു ഫൈയുടെ ഡെറിവേറ്റീവ്, അതായത് ഫൈവ് ഡബിൾ ഡാഷ്. ഓക്കെ, നമുക്കിതൊക്കെ ബ്രാക്കറ്റ് ഒന്ന് പൊളിച്ചിട്ട് ബാക്കി കാര്യങ്ങളെ പുറത്തെടുക്കാം. ഓക്കെ, യെസ് നോക്കോളേ. എവിടെ എഴുതി? ഞാനിത് മാറ്റിയിട്ട് അങ്ങോട്ട് എഴുതി വെക്കാം. നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നൗ ഇൻ ദിസ് ഫോം, ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ സൈ. ആൻഡ് ഒരു കാര്യം കൂടെ, സൈ ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് എക്സ് ഇ റേസ് ടു ഐ ഫൈ ഓഫ് എക്സ്. ആ കാര്യം നമുക്ക് ആവശ്യമുള്ളതാണ്, മാറ്റി വെച്ചു. ഇതൊക്കെ മാറ്റി കളയാം. ഓക്കെ, ഈക്വൽ ടു ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യം എല്ലാം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്യാൻസൽ ആക്കാം. ഐ ഫൈവ് ഡാഷ് ഇ റേസ് ഫൈവ് ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ ഐ ഇൻറ്റു ഐ മൈനസ് വൺ, അപ്പോൾ ഫൈവ് ഡാഷ് ഇൻറ്റു ഫൈവ് ഡാഷ്, ഫൈവ് ഡാഷ് സ്ക്വയർ, അപ്പോൾ മൈനസ് ഫൈവ് ഡാഷ് സ്ക്വയർ ഇൻറ്റു എ ഇ റേസ് ടു ഐ ഫൈവ്. ഓക്കെ, പ്ലസ് ഐ ഫൈവ് ഡാഷ് എ ഇൻറ്റു ഐ ഫൈവ് ഡാഷ് എ ഇ റേസ് ടു ഐ ഫൈവ് പ്ലസ് ഇനി ഉള്ളിലേക്ക് എടുത്തോ എ ഡബിൾ ഡാഷ് ഇ റേസ് ടു ഐ ഫൈവ് പ്ലസ് ഐ ഫൈവ് ഡാഷ് എ ഡാഷ് ഇൻറ്റു ഇ റേസ് ടു ഐ ഫൈവ് പ്ലസ് ഐ എ ഇൻറ്റു ഫൈവ് ഡബിൾ ഡാഷ് ഇ റേസ് ടു ഐ ഫൈവ്. ഓക്കെ, റൈറ്റ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരൊറ്റ കാര്യം, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്. അതായത് ഇവിടെ ഐ ഫൈവ് ഡാഷ് എ പ്ലസ് എ ഡാഷ് ഇല്ലേ, ഞാൻ താഴെ വരുമ്പോൾ ഈ എൻ്റെ ഡാഷ് വിട്ടുപോയിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, അപ്പോൾ എടുത്ത് എഴുതുമ്പോൾ അത് നമ്മൾ എവിടെയാണ് വരിക? യെസ്, സെക്കൻഡ് ടൈം അല്ലേ, ഇവിടെ ഒരു എ ഡാഷ് ഉണ്ടാവും. ഓക്കെ, ഫൈൻ. നൗ ഇവിടെ എന്തൊക്കെ സംഭവിക്കും നമുക്ക് നോക്കാം. യെസ്, ഈ ടേം നോക്കുക, ഞാനിപ്പോൾ ചേഞ്ച് വരുത്ത ടേം, അതേപോലത്തെ ഒരു ടേം ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഒരുമിച്ചിട്ടൂടെ? ഇടാം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ. ആദ്യം ഞാൻ എയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് എഴുതാം. എ ഡബിൾ ഡാഷ് ഇ റേസ് ടു ഐ ഫൈവ്. ഓക്കെ, അതെടുത്തു. ഇനി എയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവുള്ള എ ഡാഷ് ഉള്ള രണ്ട് ടേം കൂട്ടിയിട്ട് എന്ത് ചെയ്യും? പ്ലസ് ടു ഐ ഫൈവ് ഡാഷ് എ ഡാഷ് ഇ റേസ് ടു ഐ ഫൈവ്. ക്ലിയർ അല്ലേ? ഐ ഫൈവ് ഡാഷ് എ ഡാഷ് ഇ റേസ് ടു ഐ ഫൈവ്, ഐ ഫൈവ് ഡാഷ് എ ഡാഷ് ഇ റേസ് ടു ഐ ഫൈവ്. അപ്പോൾ അത് 2 ടൈംസ് ആയി. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടേം നമ്മൾ എടുത്തു? ഇതെടുത്തു, ഇത് രണ്ടും കൂട്ടിയിട്ട് ഒന്നാക്കി എഴുതി. ഓക്കെ, മൊത്തം 5 ടേം ഉണ്ട്. ഇനി 4 ടേമേ ഉണ്ടാവുള്ളൂ, കാരണം രണ്ടെണ്ണം നമ്മൾ ഒരുമിപ്പിച്ചു. ഇനി ബാക്കിയുള്ളത് എ ഉള്ള ടേം പ്ലസ് ഐ എ ഫൈവ് ഡബിൾ ഡാഷ് ഇ റേസ് ടു ഐ ഫൈവ്. അപ്പോൾ ഇത് കൊടുത്തു. ഇനി ഒരു ടേമേ ബാക്കിയുള്ളൂ, ഫസ്റ്റ് ടേം, അത് മൈനസ് ആണ്. മൈനസ് ഫൈവ് ഡാഷ് സ്ക്വയർ
എ ഇ റേസ് ടു ഐ ഫൈ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഇ റേസ് ടു ഐ ഫൈ എല്ലാത്തിലും ഉണ്ടോണ്ട് അതിനെ പുറമേക്ക് എടുത്ത് എഴുതാം അല്ലേ. അങ്ങനെയാണ് എന്ത് വരും? ഞാനിത് ഇവിടെ എഴുതട്ടെ, ഡി സ്ക്വയർ സൈ ഇത് മായച്ചിട്ട് ശരിക്കും ശ്രദ്ധിച്ചോളെ. എന്താ വരിക? എ ഡബിൾ ഡാഷ് പ്ലസ് ഇ റേസ് ടു ഐ ഫൈനെ പുറത്തെടുക്കുന്നത് പ്ലസ് 2i ഫൈ ഡാഷ് എ ഡാഷ്. ഓക്കെ, പ്ലസ് ഇതെല്ലാം പുറത്തെടുക്കണ്ടേ? ഐ എ ഫൈ ഡബിൾ ഡാഷ് പിന്നെ മൈനസ് എ ഫൈ ഡാഷ് സ്ക്വയർ, എ ഫൈ ഡാഷ് സ്ക്വയർ ഓൾ ഇൻറ്റു ബ്രാക്കറ്റിന് പുറത്താറ് ഇ റേസ് ടു ഐ ഫൈ. ക്ലിയർ അല്ലേ? സോ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി. ഓക്കെ, നൗ ലിസൺ. ഒന്നിനും ആവശ്യമില്ല. നിങ്ങളുടെ ഷോർട്ട്കട്ട് ഇക്വേഷൻ എന്താ? ഇതായിരുന്നു. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ടു ദിസ് തിങ്. ഓക്കെ, അപ്പോൾ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ അതിന് പകരം ഇത്രയും ടേം കൊടുക്കട്ടെ, ശ്രദ്ധിച്ചോളെ. സോ ഈ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ വരെ ഇത് കൊടുത്താൽ നമ്മുടെ ഇക്വേഷൻ എന്താവും? ഷോർട്ട്കട്ട് ഇക്വേഷൻ എ ഡബിൾ ഡാഷ് പ്ലസ് 2i ഫൈ എ ഡാഷ് പ്ലസ് ഐ എ ഫൈ ഡബിൾ ഡാഷ് മൈനസ് എ ഫൈ ഡാഷ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ഐ ഫൈ. ഇതാണ് നിങ്ങളുടെ നിന്ന് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ സൈ. ഓക്കെ, സോ ഷോർട്ട്കട്ട് ഇക്വേഷൻ ഇങ്ങനെ മാറി. ഇനി ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് എടുത്ത് ചെയ്ത് കറക്റ്റ് അല്ലേ? എന്നാലും മായച്ചേ, എനിക്ക് ചെക്ക് ചെയ്യാനാവില്ല. റൈറ്റ്. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഇത് രണ്ട് ഇക്വേഷനാണ്. റൈറ്റ് സൈഡിൽ റിയൽ പാർട്ടേ ഉള്ളൂ. പീസ് ഓൾറെഡി ടോൾഡ് യു പി ഈസ് എ റിയൽ പാർട്ട്. പി ഈസ് റിയൽ ബിക്കോസ് ഇ ഈസ് ഗ്രേറ്റർ ദാൻ വി. അപ്പോൾ ഇ മൈനസ് സി, പിയുടെ ഫോം ഓർമ്മയില്ലേ? പി ഈസ് നത്തിങ് ബട്ട് 2m. യെസ്, ഇതിൽ ഇ ഗ്രേറ്റർ ദാൻ വി ആയതുകൊണ്ട് പി ഈസ് റിയൽ. സോ ദിസ് ഇസ് എ റിയൽ പാർട്ട്. അപ്പോൾ ഇതിനാ ഐ ഉള്ള ഇമേജറി പാർട്ടായിട്ടും റിയൽ പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ആദ്യം ഇമേജിനറി പാർട്ട് എഴുതാം. ഇപ്പുറത്തെ ഇമേജിനറി പാർട്ടില്ലല്ലോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇമേജിനറി ഉണ്ട്, റൈറ്റ് സൈഡിൽ ഇല്ല. അപ്പോൾ റൈറ്റ് സൈഡിൽ 0 ആണ്. ലെഫ്റ്റ് സൈഡിൽ ആരാണുള്ളത്? ഇതാ ഇത്രയും ടേം ഇൻറ്റു ഇ റേസ് ടു ഐ ഫൈ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കെന്ത് കിട്ടും? ആയിക്കോളെ, 2i ഫൈ എ ഡാഷ്, നമുക്ക് ഐനെ പുറത്തെടുക്കാം, പ്ലസ് എ ഫൈ ഡബിൾ ഡാഷ്. ഓക്കെ, ഇൻറ്റു ഐ ഇ റേസ് ടു ഐ ഫൈ. ഓക്കെ, എടോ ഇവിടെ അടുത്ത് എഴുതുമ്പോൾ ഇവിടെ ഒരു 5 ഡാഷ് ഇല്ലേ? ഒന്ന് ചെക്ക് ചെയ്യണേ. റൈറ്റ്, ഇവിടെ ഒരു 5 ഡാഷ് ഉണ്ടെന്ന് നോക്കണം. റൈറ്റ്, ഓക്കെ, ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓക്കെ. റൈറ്റ്, ഇവിടെ ഒരു 5 ഡാഷ് ഉണ്ടാവും. ഓക്കെ, ഇഫ് ദിസ് ഇസ് 0 ദെൻ 2a ഡാഷ് 5 ഡാഷ് ഈ ടേം പ്ലസ് എ ഫൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്താ വരിക? ഈ നിനക്ക് ഒരുമിച്ച് എങ്ങനെയാണെന്ന് അറിയങ്ങൾ ആയിക്കോളെ. ഒരു എ സ്ക്വയർ 5 ഡാഷിൻ്റെ ഓൾ ടൈഗർ ഈക്വൽ ടു 0. ഇത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് സൂചിപ്പിക്കുന്നത്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എ സ്ക്വയർ 5 ഡാഷ് ഈക്വൽ ടു 0. അങ്ങനെ എഴുതാൻ പറ്റുമോ? ഈ ഡാഷ് ഇട്ട് എന്തിനാ? ഡി ബൈ ഡി എക്സിനാണ്. ഞാൻ ഡി ബൈ ഡി എക്സ് എഴുതുന്ന പകരം മേലെ ഡാഷ് ഇട്ടു, കുഴപ്പമില്ലല്ലോ. റൈറ്റ്, അതെങ്ങനെ എഴുതാൻ പറ്റുമോ? നിങ്ങൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താട്ടെ. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? നോക്കിയാണ് എങ്ങനെയാണ് പറ്റുക നോക്കാം. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് നോക്കാം. എ സ്ക്വയർ ഇൻറ്റു ഈ ഡെറിവേറ്റീവ് 5 ഡബിൾ ഡാഷ്, ഓക്കെ, പ്ലസ് 5 ഡാഷ് ഇൻറ്റു ഈ ഡെറിവേറ്റീവ് എന്താ? 2a ഇൻറ്റു എ ഡാഷ്. ക്ലിയർ അല്ലേ? ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? റൈറ്റ് ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം ഇവിടെ കിട്ടിയത്. ബട്ട് ഇതിനകത്ത് നിന്ന് എനെ നമ്മൾ പുറത്തെടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ ഇൻറ്റു 2a ഡാഷ് 5 ഡാഷ് പ്ലസ് എ ഇൻറ്റു ഒരേ പുറത്തെടുക്കുന്നത് 5 ഡബിൾ ഡാഷ് ഈക്വൽ 0. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് ഈക്വൽ 0. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്നൊരു എനെ പുറത്തെടുത്താൽ ആ ബ്രാക്കറ്റിലെ ടേമാണ് ഇത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഓക്കെ,
സോ ഇത് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ 5 എ സ്ക്വയർ വരില്ലെന്ന് വിചാരിക്കരുത്. ഓക്കെ, മുമ്പിലൊരു എ ഉണ്ട്, ഇവിടെ എ സ്ക്വയർ ഉണ്ട്. ആ എനെ പുറത്തെടുത്താൽ എ ഇൻറ്റു ദിസ് ടേം ഈക്വൽ ടു 0 എന്നാണ് വരിക. ആ എ ഓഫ് എക്സ് 0 അല്ല, അതുകൊണ്ട് ഇതെന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ മാറ്റം വരുത്താം. നോക്കിക്കോളൂ, ഇവിടെ ഒരു ഒറ്റക്കാരോട് പറഞ്ഞോട്ടെ, നമ്മളെ സൈ എന്തായിരുന്നു? ഇങ്ങനല്ലേ? അങ്ങനെ കൊടുത്തങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ എ ഓഫ് എക്സ് ഇ റേസ് ടു ഐ ഫൈ ഓഫ് എക്സ്. ഓക്കെ, അല്ലെ ഇ റേസ് ടു ഐ ഫൈ, രണ്ട് ഭാഗത്തും ഇ റേസ് ടു ഐ ഫൈ ക്യാൻസലായി. ഓക്കെ ആവൂലേ? രണ്ട് ഭാഗത്തുനിന്നും ഇ റേസ് ടു ഐ ഫൈ ക്യാൻസലായിട്ട് കിട്ടിയ ഇക്വേഷൻ, കുഴപ്പമില്ല. അതിനകത്ത് നമ്മൾ എന്തായാലും ഇമേജറി പാർട്ട് ആദ്യം ഇക്വേറ്റ് ചെയ്തു. ആർ എച്ച് എസിൽ ഇമേജറി പാർട്ടില്ല, അപ്പോൾ ഇപ്പുറത്തുള്ള ഇമേജറി പാർട്ടായിട്ടുള്ള ഇയാളും ഇയാളും അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇതിനൊന്ന് ഡെറിവേറ്റീവ് ആയിട്ട് മാറ്റി എഴുതി. അങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എ ഇൻറ്റു സംതിങ് അല്ല, ഇത് വരും ഈക്വൽ ടു 0 ആണ്. ആ ബ്രാക്കറ്റിലെ ആണിത്, ഒരു എ പുറത്തുണ്ട്. ഓക്കെ, എ 0 അല്ലാത്തതുകൊണ്ടാണ് ഇത് ഈക്വൽ ടു 0 എന്ന് എഴുതിയത്. അപ്പോൾ ഇവിടെ ഇത് കുഴപ്പമില്ല, ആ കാര്യം മനസ്സിലായല്ലോ. ഇനി ഇത് 0 ആണെങ്കിൽ തീർച്ചയായിട്ടും എ സ്ക്വയർ 5 എന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് സി ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എ എന്ത് കിട്ടും? എ സ്ക്വയർ ഈക്വൽ ടു സി ബൈ 5. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോളെ, യു ഗെറ്റ് എ ഈക്വൽ ടു എന്താ വരിക? ഇതിൻ്റെ റൂട്ട് വരും അല്ലേ? ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇത് എന്തായാലും കോൺസ്റ്റൻ്റ് അല്ലേ, ഞാൻ എന്നെ സി സ്ക്വയർ എന്ന് വിളിക്കാം. ഒന്നുമില്ല, എൻ്റെ ഗുണം എന്താ? എ എടുക്കുമ്പോൾ മേലെ സി മാത്രമാവും, അടിയിൽ എന്ത് വരും? 5 റൂട്ട്. ഓക്കെ, 5 റൂട്ട്. അപ്പോൾ എ കിട്ടി. അപ്പം ഞാൻ ഇവിടെ മാറ്റി എഴുതാം, എ ഈക്വൽ ടു എന്താ കിട്ടിയത്? സി ബൈ 5 ഓഫ് എക്സിൻ്റെ റൂട്ട്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ റിയൽ പാർട്ട്, ഇതിൽ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യാം. റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്കണം എന്തെല്ലാം വരുക. ഇ റേസ് ടു ഐ ഫൈ പോയി, ബാക്കിയുള്ള ആളാരാ? എ ഡബിൾ ഡാഷ്. ശരിക്ക് ശ്രദ്ധിച്ചതാണ്, കൺഫ്യൂഷൻ ആവരുത്. ഐ ഉള്ള പാർട്ട് പോയി, മൈനസ് എ 5 സ്ക്വയർ അല്ലേ? ഇ റേസ് ടു ഐ ഫൈ പോയല്ലോ, ഈക്വൽ ടു അപ്പുറത്താറുള്ളത് മൈനസ് പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ. തീർന്നില്ലേ? ഇവിടെ ഒരു എ ഓഫ് എക്സ് ബാക്കിയുണ്ട്. ഇവിടെ സൈ ഓഫ് എക്സ് ആയിരുന്നുള്ളത്. സൈ ഓഫ് എക്സ് പറഞ്ഞാൽ ഇതാണ്, ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇ റേസ് ടു ഐ ഫൈ ക്യാൻസൽ, ബാക്കി എ ഓഫ് എക്സ് ഇവിടെ ബാക്കിയുണ്ട്. റൈറ്റ്, അപ്പോൾ ഇതാണ് റിയൽ പാർട്ട്. ഓക്കെ, നൗ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ ടേമിന് അങ്ങോട്ട് എടുക്കാം. അപ്പോൾ എ ഡബിൾ ഡാഷ് ഈക്വൽ ടു, ഇത് അപ്പുറം പ്ലസ് ആവുമല്ലോ അല്ലേ? 2 കെ ഉണ്ടല്ലോ, ബ്രാക്കറ്റ് പുറത്തിട്ടാപ്പരെ. അപ്പോൾ ഇത് അപ്പുറം പ്ലസ് ആവുകയും ചെയ്യും. എന 2 സ്ഥലത്തുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് ബ്രാക്കറ്റിൻ്റെ പുറത്തിടാം. ഇതാ ഈ എയും സെയിം ആണ്, പുറത്തിട്ടിട്ടുണ്ട്. അപ്പം ഇനി ബ്രാക്കറ്റിൽ ആരുണ്ടാവുക? ഇത് പ്ലസ് പാർട്ടാണ്, അതുകൊണ്ട് ഫസ്റ്റ് അത് എഴുതാം. 5 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു സൈ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റിയൽ പാർട്ട് എഴുതി. ഇനി ഇത് വേണ്ട. ഓക്കെ, പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു എ. ക്ലിയർ അല്ലേ? എ ഡബിൾ ഡാഷ്. നൗ ലിസൺ, ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, നമ്മൾ ഹയർ ഡെറിവേറ്റീവ് ഓഫ് എ 0 ആണെന്ന് അപ്രോക്സിമേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ വിചാരിച്ചാൽ ഇതിൻ്റെ എൽ എച്ച് എന്താവും? 0 ആവും. ഓക്കെ, ഹയർ ഡെറിവേറ്റീവ്സ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ദിസ് ഈസ് 0. അപ്പോൾ എന്താ വരിക? എ ഇൻറ്റു 5 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ റിയൽ പാർട്ടിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇമേജിനറി പാർട്ടിൻ്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു, നമ്മളത് സോൾവ് ചെയ്തിട്ടാണ് എ ഈക്വൽ ടു സി ബൈ റൂട്ട് ഓഫ് ഇത് പി അല്ല, ഇത് 5 ആണ്, റൂട്ട് ഓഫ് 5 ഇട്ടത്. ഓക്കെ, ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ അറേഞ്ച് ചെയ്തു, ഇങ്ങനെ എത്തിച്ചു. ആൻഡ് ഐ ആം സപ്പോസിങ് ദാറ്റ് ഹയർ ഡെറിവേറ്റീവ് ഓഫ് എ ഡാഷ് ഈക്വൽ ടു 0 നെഗ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എ ഡബിൾ ഡാഷ് 0 ആണ്. ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, തീർച്ചയായിട്ടും എ 0 അല്ലല്ലോ. അപ്പോൾ ഈ ടേം എന്തായിരിക്കണം? 5 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് 5 കണ്ടുപിടിച്ചൂടെ? എന്താ വരിക? നിങ്ങൾ പറ.
ഫൈ ഡാഷ് സ്ക്വയർ ഈക്വൽ ടു എന്ത് വന്നു പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ അപ്പുറം പോയാൽ പ്ലസ് പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ. ഓക്കെ റൈറ്റ്. ശ്രദ്ധിക്കുക, അങ്ങനെയാണ് ഫൈ ഡാഷ് എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു ഫൈ ഡാഷ് സ്ക്വയർ ആണ് ഇത്. ഫൈ ഡാഷ് ആകുമ്പോൾ പ്ലസ് ഓർ മൈനസ് പി ബൈ എച്ച് കട്ട്. ശ്രദ്ധിക്കണേ, പ്ലസ് ഓർ മൈനസ് ഉണ്ടാവും. ഇവിടെ സ്ക്വയർ ആണ് ഇത്, അപ്പോൾ ഫൈ ഡാഷ് ആകുമ്പോൾ പ്ലസ് ഓർ മൈനസ് ഉണ്ടാവും അല്ലേ. ഇനി ഫൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഡി ഫൈ ബൈ ഡി എക്സ് ആണ്, അതല്ലേ ഫൈ ഡാഷ്. അപ്പോൾ നിങ്ങൾക്ക് ഫൈ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താക്കിയാൽ മതി? ഈ ഡി എക്സ് അപ്പുറം എടുത്തിട്ടില്ലേ, ഇത് ശരിക്കും ഡി ഫൈ ഈക്വൽ ടു എന്ത് വരും? പ്ലസ് ഓർ മൈനസ് പി ബൈ എച്ച് കട്ട് ഡി എക്സ്. ഡി എക്സിനെ നേരെ ഇങ്ങോട്ടേക്ക് എടുത്തു. ഫൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി ഫൈ ബൈ ഡി എക്സ് ആണ്. ഡി എക്സിന് ഇങ്ങോട്ട് എടുത്ത് ഇങ്ങനെ എഴുതി കൂടെ. അപ്പോൾ ഫൈ എന്താ വരിക? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് ഇക്വേഷൻ യു ഗെറ്റ് ഫൈ ഈക്വൽ ടു 1 ബൈ എച്ച് കട്ട് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 1 ബൈ എച്ച് കട്ട് വന്നു. ഇൻ്റഗ്രൽ പി ഡി എക്സ്. അപ്പോൾ നമുക്ക് ഫൈയും കിട്ടി. അപ്പോൾ എ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു എ കിട്ടിയത്? എ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് സി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഫൈ ഡാഷ് അല്ലേ. റൈറ്റ്. നൗ ഫൈ കിട്ടി, ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 1 ബൈ എച്ച് കട്ട് ഇൻ്റഗ്രൽ പി ഡി എക്സ്. ഓക്കെ, ഇവിടെ പി ഓഫ് എക്സ് ഡി എക്സ് കിട്ടോ? ഇവിടെ ഫുള്ളായിട്ട് എഴുതിക്കോ, പി ഓഫ് എക്സ് ഡി എക്സ്. അങ്ങനെയാണ് എന്താ നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ psi of x ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എ ഓഫ് എക്സ്, ദാറ്റ് ഈസ് സി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഫൈ ഡാഷ് ആണ് അല്ലേ. ഫൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിൻ്റെ റൂട്ടാണ് അല്ലേ. ഞാനിതൊരു അപ്രോക്സിമേറ്റ് ആണെങ്കിൽ എനിക്ക് ഈ ഇപ്പോൾ മേലൊരു കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് എന്തായാലും ഞാൻ ഫൈ ഡാഷിൽ ഇവിടെ എച്ച് കട്ടിനെ ഒഴിവാക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ദിസ് ഈസ് റൂട്ട് ഓഫ് പി ഓഫ് എക്സ്. റൈറ്റ്. അപ്പോൾ എ ഐ ഇനി ഇ റേസ് ടു എന്ത് വരും? ഐ ഫൈ ഓഫ് എക്സ്. ഫൈ ഇതാ, ഫൈ ഓഫ് എക്സ് ഇതാ. അപ്പോൾ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു ഫൈ ഓഫ് എക്സ് ആണ്. അപ്പോൾ ഐ ഇൻറ്റു ഇത് വരും. അപ്പോൾ ഐ ബൈ എച്ച് കട്ട്. ഇവിടെ ഓൾറെഡി ഈ ഐ ഇവിടെ ഉണ്ട്. ഇനി 1 ബൈ എച്ച് കട്ടിലെ എച്ച് കട്ട്, ഐ ബൈ എച്ച് കട്ട് ഇൻറ്റഗ്രൽ ഇവിടെ നോക്കിയാൽ മതി ഫൈക്ക് പി ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മുടെ വേവ് ഫംഗ്ഷനും കിട്ടി ഫോർ ക്ലാസിക്കൽ റീജിയൻ. ഓക്കെ, അപ്പോൾ എന്തേ ചെയ്തിട്ടുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇങ്ങനെ മാറ്റിയത് സിമ്പിൾ നമുക്കറിയാം. അതിനുശേഷം ഇതാണ് ഇത് എഴുതി വെക്കാൻ കാരണം നമ്മൾ നേരത്തെ പറ്റുന്നുണ്ട് സൈനസോയിഡിലാണ് അല്ലേ. ഇങ്ങനെ എഴുതി വെച്ചു. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടു. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ ഇക്വേഷൻ മാറി അല്ലേ. അതിൽ റിയൽ പാർട്ട് ഇമേജറി പാർട്ട് വേറെ ഇക്വേറ്റ് ചെയ്തു. ഇമേജറി പാർട്ട് ഇക്വേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായതാണ് എ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഫൈ ഡാഷ്. ക്ലിയർ അല്ലേ? രണ്ടാമത് റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായതാണ് ഫൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ബൈ എച്ച് കട്ട് ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. കിട്ടിയല്ലേ? ഈ രണ്ട് പാർട്ട്, ഇത് ഇമേജറി പാർട്ട് ഇക്വേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്, ഇത് അതിൻ്റെ റിയൽ പാർട്ട്. റെഡിയല്ലേ? ഇനി എന്ത് ചെയ്തു? ആ രണ്ട് എയും ഫൈയും നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എങ്കിലേ നമ്മുടെ വേവ് ഫംഗ്ഷൻ കിട്ടുക. സോ ഫോർ ക്ലാസിക്കൽ റീജിയൻ ദാറ്റ് ഈസ് ഇ ഗ്രേറ്റർ ദാൻ വി, ആ റീജിയനെ സംബന്ധിച്ചിട്ട് വേവ് ഫംഗ്ഷൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്? സി ബൈ റൂട്ട് ഓഫ് പി ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ഇ റേസ് ടു ഐ ബൈ എച്ച് കട്ട് ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പോൾ ഇത് മറക്കരുത്. റൈറ്റ്. അപ്പോൾ ഇത്രയാണ് ക്ലാസിക്കൽ റീജിയനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും ഓർമ്മ ഉണ്ടാവുമല്ലോ. ഫൈൻ. സോ വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.